ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു കൊല കോമഡി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മൾ ഈ വീഡിയോയുടെ തൊട്ട് മുമ്പ് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. മഹാകുംഭമേള സൂപ്പർ സ്റ്റാർ വൈറൽ ഗേൾ മൊണാലിസയുടെ കല്യാണം നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ എന്ന് പറയുന്നതിനേക്കാളുപരി CPM നടത്തി കൊടുത്തു എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റിയാക്ഷൻ വീഡിയോ ആണ് നമ്മളൊന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. സോ വീഡിയോ അവസാനം വരെ കണ്ടിരിക്കുക, നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ അറിയാൻ പറ്റും. ഓക്കെ, സോ എന്തായാലും വീഡിയോയുടെ ടൈറ്റില് ഇത് പോസ്കോ കേസാണ്, മന്ത്രിമാർ അടക്കം പെടും, കേരളം നാണം കെടുവോ? സോ എന്തായാലും നമുക്ക് കണ്ടുനോക്കാം. ഓക്കെ, മാരേജിനെ കുറിച്ചുള്ള ഇഷ്യൂ ആണ് മൊണാലിസയുടെ. സോ എന്തായാലും പോസ്കോ ആണെന്നൊക്കെ പറയുന്നുണ്ട്, ഏജ് ആയിട്ടില്ല. കുറെ റീൽസും കാര്യങ്ങളും കണ്ടു, നമ്മൾ അതും റിയാക്ട് ചെയ്യുന്നതായിരിക്കും. സോ അതേപോലെ തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിൽ എന്താണ് നമ്മുടെ അനന്ത് പറയുന്നത് ഒന്ന് കേട്ട് നോക്കാം. പറഞ്ഞാൽ ആ ചടങ്ങിന് ചുക്കാൻ പിടിച്ചത് 1 വി ശിവൻകുട്ടി, 2 MN ഗോവിന്ദൻ, 3 AA റഹീം. ഇവർ 3 പേരും കൂടാണ് AA റഹീം എന്ന ആ ഒരു ചടങ്ങിന് ചുക്കാൻ പിടിച്ചത്. അച്ഛന്റെ സ്ഥാനത്ത് നിന്നാണ് നമ്മുടെ വി ശിവൻകുട്ടി ആ ഒരു കല്യാണം നടത്തിയത്. ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു, ഇതിനകത്തൊരു മുതലെടുപ്പ് ഉണ്ട്. എന്നാൽ പോലും എനിക്കതൊരു നല്ല കാര്യമായിട്ടാണ് തോന്നിയത്. അതെ, നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം എനിക്കൊന്നും ഇങ്ങനെ അല്ലായിരുന്നു ഗൈസ്. ഇതൊക്കെ ഒരു ദിവസം കൊണ്ട് ഇങ്ങനെ രജിസ്റ്റർ മാരേജ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ആദ്യമായിട്ട് അറിയുകയാണ്. ഞാനൊക്കെ ഒരു 30 ദിവസം വരെ അവിടെ പോയി ഫോട്ടോ ഒക്കെ ഒട്ടിച്ച് വെച്ചിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു. ഇതൊക്കെ എന്താണ് ഇത്ര പെട്ടെന്ന് നടത്തുന്നത്? ഇങ്ങനെ സിസ്റ്റം ചേഞ്ച് ആയോ, അതോ വലിയ ആൾക്കാർക്ക് വേണ്ടി സിസ്റ്റം ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആവുമോ? വേറൊരു പെർസ്പെക്റ്റീവ് ചിന്തിക്കുമ്പോൾ അതിനകത്ത് ഒരു ഇടങ്ങേറ് കടപ്പുണ്ട്, അത് ഞാൻ പറയാം. എന്നാൽ ഇപ്പോ പുറത്തു വരുന്ന വാർത്തകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പെൺകുട്ടിക്ക് 17 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ, 18 തികഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇവര് അതെ, അത് ആ സർട്ടിഫിക്കറ്റ് വെച്ചിട്ടാണ്. പക്ഷെ അവര് പറയുന്നുണ്ട് സർട്ടിഫിക്കറ്റ് ഫേക്ക് ആണ്. സോ അവർക്ക് 18 തികഞ്ഞു എന്നാണ്. പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ആധാർ കാർഡും എല്ലാം ഫേക്ക് ആയിട്ട് ഉണ്ടാക്കിയതാണ് എന്നുള്ള തരത്തിലുള്ള വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. അങ്ങനാണെങ്കിൽ ഈ മന്ത്രിമാര്, ഈ കല്യാണം നടത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് ചുക്കാൻ പിടിച്ച മന്ത്രിമാരും അതുപോലെ തന്നെ ബാക്കി സഖാക്കന്മാരും ഈ പൂജാരി അടക്കം ചിലപ്പം അകത്ത് പോകാനുള്ള സാധ്യതയുണ്ട്. സംഭവം പോക്സോ കേസാണ്. വൻ പ്രശ്നങ്ങളാണ് വരാൻ പോകുന്നത്, വൻ പ്രശ്നങ്ങൾ. പെൺകുട്ടിക്ക് 18 വയസ്സ് തികഞ്ഞിട്ടില്ലെങ്കിൽ കേരള സ്റ്റോറി 3-ക്കുള്ള വകുപ്പ് നമ്മൾ തന്നെ ഇട്ടുകൊടുത്ത അവസ്ഥയായി പോകും. ഇത് റിയൽ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ് കേരളത്തിനെ അപമാനത്തിന്റെ ഉന്നതങ്ങളിൽ എത്തിക്കാൻ പോയ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിമാരും CPM സഖാക്കന്മാരും എല്ലാം അതൊക്കെ ചെയ്തോട്ടെ. പക്ഷെ CPM സഖാക്കന്മാര് കേരള സ്റ്റോറി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ കൊടുത്തു. ഓക്കെ, അതായത് ഒരു റീൽ കണ്ടതായിരുന്നു. ഓക്കെ, അവരുടെ ഫോട്ടോ വെച്ചിട്ട് കേരള സ്റ്റോറി എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്നു. കൂടെ ബൂംജിക്ക വാവയായി മൂഞ്ചിത്തെറ്റി തിരിച്ചു വരുന്ന അവസ്ഥയാണ് മിക്കവാറും കാണാനുള്ളത്. ഇതെന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതിനകത്ത് ഇവർ പറയുന്നതിനകത്ത് കുറച്ചൊക്കെ കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. എല്ലാ ന്യൂസും ഈ പെണ്ണിന്റെ വിവാഹം നല്ല രീതിയിൽ ആഘോഷിച്ചു. എന്നാൽ ഒരു ചാനലുകാരെ മാത്രമേ അതിനകത്ത് ഞാൻ കണ്ടില്ല, ജനം TV. എന്നാൽ ഈ ഒരു സംഭവം, ഈ പെൺകുട്ടിക്ക് 18 വയസ്സ് തികഞ്ഞില്ല എന്നുള്ള ഒരു വാർത്ത അവർ നല്ല രീതിയിൽ തുരുതുരാന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു. നല്ല സ്പിരിറ്റോട് കൂടിയാണ് അവർ ഈ വാർത്ത അവർ കൊടുക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാരുടെ പള്ളക്കിട്ട് അടിക്കാനുള്ള ചാൻസ് ആണല്ലോ, എന്നിട്ട് മുതലാക്കണമല്ലോ. അപ്പം ജനം TVക്ക് അത് വന്ന വാർത്ത ഞാനൊന്ന് വെക്കാം ഗൈസ്. അത് കണ്ടിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, വളരെ സീരിയസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഉണ്ട് എന്നുള്ളതിനേക്കാൾ ഇത് ഈ കേസുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ 100% നിയമലംഘനവും 100% ആചാര ലംഘനവും നടന്നിരുന്നൊരു വിവാഹമാണിത്. ഇതനുസരിച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് ഈ ചോദ്യത്തിലെ രണ്ടാമത്തെ ഘടകത്തിലേക്ക് വരുമ്പോൾ മൊണാലിസ എന്ന് പറയുന്ന പെൺകുട്ടി പ്രായപൂർത്തിയാവാത്തൊരു പെൺകുട്ടിയാണ്. ദേശീയ മാധ്യമങ്ങളായ ടൈംസ് നൗ, ഇന്ത്യ ടുഡേ തുടങ്ങിയ മാധ്യമങ്ങള് കഴിഞ്ഞ വർഷം ജനുവരിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2009 ജനുവരി മാസം 21-ാം തീയതിയാണ് ഈ പെൺകുട്ടി ജനിച്ചത്. കാരണം 2025 ഇതിന്റെ 16ാം പിറന്നാൾ ആഘോഷിക്കുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായ ഒരു കാര്യമാണ് എന്ന്. അതായത് 18 തികഞ്ഞില്ലെന്നാണ് പറഞ്ഞു വരുന്നത്. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ടീംസ് ആണ് ഇപ്പം ഈ ഒരു വാദവുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. പറയുന്ന ഒന്നാമത്തെ കാര്യം, 2025 എന്ന് വെച്ചാൽ കഴിഞ്ഞ കൊല്ലം 16ാം പിറന്നാൾ ആഘോഷിക്കുന്ന ഒരു കാര്യം സോഷ്യൽ മീഡിയ വൈറലായിട്ടുണ്ട്. അഡ്വക്കേറ്റ് അനിൽ വിളയിൽ ആണ് ഈ പറയുന്നത്. ആ ഒരു കാര്യം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിരുന്നു ഗൈസ്. ചെക്ക് ചെയ്ത് നോക്കിയപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, അത് പറഞ്ഞത് ശരിയാണ്. ആ ഒരു വീഡിയോ ഇതാണ്, മൊണാലിസ കേക്ക് കട്ട് ചെയ്യുന്നത്. ഇതിപ്പം ഈ പെണ്ണിന്റെ അക്കൗണ്ടിൽ പോയി കഴിഞ്ഞാൽ ഇത് അവൈലബിൾ അല്ല. ഇത് വേറൊരു അക്കൗണ്ടിൽ നിന്ന് ഞാൻ ചൂണ്ടിയതാണ്. ആ സെയിം ഡേ തന്നെ ജാനുവരി 21-ന് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, 2025 ജാനുവരി 21-ന് മൈ ബർത്ത്ഡേ എന്നും പറഞ്ഞിട്ടുള്ള ആ പെണ്ണ് പോസ്റ്റ് ചെയ്ത വേറൊരു അക്കൗണ്ടിൽ എന്ന് വെച്ചാൽ ഇതിനകത്ത് 1,52,000 ഫോളോവേഴ്സുള്ള അക്കൗണ്ടാണ്. ഈ പെണ്ണിന്റെ പേരിൽ കുറെ ഫേക്ക് അക്കൗണ്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനകത്ത് അതേ പോസ്റ്റ് മാത്രമല്ല നമ്മൾ സോഷ്യൽ മീഡിയ നോക്കുന്ന സമയത്ത് ഗൂഗിളിനകത്ത് പ്രത്യേകിച്ച് സെർച്ച് ചെയ്യുന്ന സമയത്ത് 2029 ജാനുവരി 21 ഈ പെണ്ണിന്റെ ബർത്ത്ഡേ ആയിട്ട് കാണിക്കുന്നത്. ജാനുവരി 21 ബർത്ത്ഡേ. എന്നാൽ ഇവർ
പറയുന്നത് ജാനുവരി 1 ഈ പെണ്ണിന്റെ ബർത്ത് ഡേറ്റ് എന്ന് ഉള്ള രീതിയിലാണ്. നേരത്തെ പറഞ്ഞ വീഡിയോ ഇപ്പൊ നിലവിൽ നമുക്ക് ഈ പെണ്ണിന്റെ അക്കൗണ്ടിൽ കാണാൻ പറ്റത്തില്ല. ആ വീഡിയോ ആ അക്കൗണ്ടിൽ നിന്ന് ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇവർ ഈ പോലീസിന് മുമ്പിൽ പ്രൊഡ്യൂസ് ചെയ്ത ഡോക്യുമെന്റ്സിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരുടെ കല്യാണം ഈ പാർട്ടിക്കാരും ഈ ജനങ്ങളും എല്ലാം കൂടെ ചേർന്ന് നടത്തിയത്. പട്ടി പറ്റുന്ന കേട്ടപ്പോഴേ കയറെടുക്കാൻ നിന്ന് നമ്മുടെ ഏമാമാരെല്ലാം കൂടെ അങ്ങ് നടത്തി PR വർക്കൊക്കെ നടത്തി നല്ല രീതിയിൽ പുഷ് ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണല്ലോ. അപ്പൊ തന്നെ പോയിട്ട് തലി മണിപ്പിച്ച് മലയും മേടിച്ച് ഉച്ചയായപ്പോഴേ കല്യാണം നടത്തി. രാവിലെ സ്റ്റേഷനിൽ വന്ന പെണ്ണിന്റെ കല്യാണം ഉച്ചയായപ്പോൾ നടത്തി. 4 ചോക്ക് അത്ര ഫാസ്റ്റ് ആയിട്ടാണ് ഇവർ നോക്കിയത്. ഇതിനുശേഷം ഇവർക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് കൊടുക്കുമായിരുന്നല്ലോ. ആ സർട്ടിഫിക്കറ്റിനകത്ത് കാണിച്ചേക്കുന്ന ഈ പെണ്ണിന്റെ ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളൊക്കെ ഞാൻ ഒന്ന് കാണിക്കാം. എന്താണ് മൊണോലിസ 18/1/2008 റിവ്യൂയാണ്. അവർ ചെക്ക് ചെയ്തിട്ട് ഫൈനൽ ആയിക്കോളും. ചെക്ക് ചെയ്യാം. അത് തിരിച്ച് മതി. ദ ഗവൺമെന്റ് ഓഫ് കേരള ഡ്രാഫ്റ്റ് സർട്ടിഫിക്കറ്റ് ഓഫ് മാരേജ് ഇതാണ് പറഞ്ഞിട്ടാണ് കാണിച്ചിരിക്കുന്നത്. മുഹമ്മദ് ഫർമാൻ എന്നാണ് അവന്റെ പേര്. അവൻ 2000-ലാണ് ജനിച്ചിരിക്കുന്നത്. മൊണാലിസ 18 വയസ്സ് 1/1/2008 ജനിച്ചിരിക്കുന്നത്. ഇത് ഇവര് പ്രൊഡ്യൂസ് ചെയ്തേക്കുന്ന ആധാറിനകത്ത് ഉള്ള ഡീറ്റെയിൽസ് ആണ്. ഇത് വ്യാജമാണെന്നും പറയുന്നുണ്ട്. നമുക്ക് എന്താണെങ്കിലും ഈ മറ്റേ ജനന്റിക്കകത്ത് പുള്ളി പറയുന്ന ബാക്കി കാര്യങ്ങളൊന്നും കേൾക്കാം. ഒരു കാര്യമാണ് എന്ന് പറഞ്ഞാൽ ഈ വർഷം ജനുവരി ആയപ്പോൾ 17 വയസ്സും 2 മാസവുമായിട്ടുള്ള ഈ കുട്ടിയെ, അതുകൊണ്ട് ഇവർക്കെതിരെ മന്ത്രിയായ ശിവൻകുട്ടി, MP ആയ റഹീം, MLA ആയിട്ടുള്ള ഗോവിന്ദൻ മാസ്റ്റർ, ഈ 3 പേർക്കെതിരെയും ശൈശവ വിവാഹ നിരോധന നിയമപ്രകാരവും അതുപോലെ തന്നെ ഇന്ന് രാത്രി കഴിഞ്ഞാൽ പോക്സോ കേസും എടുക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത്. തീർച്ചയായും രാത്രി കഴിഞ്ഞാൽ എല്ലാം ക്ലിയറാ പറഞ്ഞാൽ പാടുപെടും. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാണ്. ഇന്ന് രാത്രി കഴിഞ്ഞാൽ പോക്സോ ഇന്ന് രാത്രി ഒന്നും അറിഞ്ഞൂടാത്ത പോലെ ആദിരാത്രിയാണല്ലോ, അതാണ് ഉദ്ദേശിച്ചത്. ഇത് ഈ പറയുന്ന ഡോക്യുമെന്റ്സ് വ്യാജമാണെങ്കിൽ മന്ത്രിമാര് പെടും, അത് 100% ഉറപ്പാണ്. കുറച്ച് കാര്യങ്ങളോട് പറയുന്നുണ്ട്, ബാക്കി പുള്ളി പറയുന്നത് ആദ്യം നിങ്ങൾ കേക്ക്. പോക്സോയുടെ പരിധിയിൽ വരുന്നൊരു കാര്യമാണ്. ഒരു പോക്സോ ഒഫൻസ് ചെയ്യാൻ മന്ത്രിയും MP-യും MLA-യും സഹായം ചെയ്തു കൊടുത്തു എന്ന് പറഞ്ഞ് നിസ്സാരമായി നമുക്ക് കാണാൻ സാധിക്കില്ല. ഇതൊക്കെ ശരിയാണെങ്കിൽ എവിടെ പോയി നിൽക്കൂടെ? മാനം കപ്പൽ കയറും, മാനം ഇന്ത്യ മൊത്തം നാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. കേരള സ്റ്റോറി 3 കൺഫേം. ഇതുകൂടെ ശരിയാണെങ്കിൽ അവന്മാര് പക വീട്ടും. രണ്ടാമത്തെ കാര്യം, കേരളത്തിനെ പറ്റി മോശമായിട്ടാണ് കേരള സ്റ്റോറി വന്നത് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയൊക്കെ തന്നെ കേരളത്തിനെ ഇത്തരത്തിലുള്ള ലവ് ട്രാപ്പ് ജിഹാദ് ടൂറിസത്തിന്റെ ഒരു ഡെസ്റ്റിനേഷനായിട്ട് പ്രഖ്യാപിക്കണം. ഭരണ നേട്ടമായിട്ട് തന്നെ അതിനെ കാണണം അവരുടെ. കാരണം ഇവരൊക്കെ ഉത്തരേന്ത്യയിൽ നിന്ന് ട്രെയിൻ പിടിച്ച് കേരളത്തിൽ നിന്ന് വിവാഹം നടത്താൻ എന്താ സാഹചര്യം ഉണ്ടാക്കുന്നത്? ഇവിടുത്തെ DYFI-കാരും അതേപോലെ തന്നെ ചില ഇസ്ലാമിക സംഘടനകളും ഒക്കെ തന്നെ ഈ കേരളം ഇതിന് വളക്കൂറായൊരു മണ്ണാണ് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇനിയും ഇത് വ്യാപകമാവുകയാണ്. പൊന്നെ അവിടെ നിന്നുള്ള ആരും ഇങ്ങോട്ട് വന്നു കയറല്ലേ. സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു സംഭവം ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു രീതി കേരളത്തിൽ ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടാണ്. എല്ലാവരോടും ഇപ്പം അവിടെ നിന്ന് വണ്ടി വെള്ളം വിളിച്ച് വരും. കേരളത്തിൽ പോയി കഴിഞ്ഞാൽ CPM-കാര് നമ്മുടെ കല്യാണം നടത്തി തരും, താലി വരെ അവർ മേടിച്ച് തരും. ഇങ്ങനെ ഒരു, ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞ്, ഇവരിച്ചിരി ഫേമസ് ആയതിന്റെ പേരിലാണ് മന്ത്രിക്കും MLA-ക്കും MP-ക്കും ഒക്കെ ഒന്ന് ഷൈൻ ചെയ്യാൻ കിട്ടിയ ഒരു അവസരമാണ്. PR വർക്ക് നല്ല രീതിയിൽ അടിച്ചു കയറ്റി വിടാൻ പറ്റും. അതുകൊണ്ട് മാത്രമാണ് അവർ ഈ കല്യാണത്തിന് മുതിർന്നത്. അല്ലാതെ വേറെ ആരും വണ്ടിയും വെള്ളവും പിടിച്ച് വന്നു കഴിഞ്ഞാൽ ഈ മാതിരി പരിപാടി അവർ ചെയ്തു കൊടുക്കത്തില്ല. ഇത് പക്ക ഈ ഇലക്ഷൻ ഒക്കെ എല്ലി ഒന്നെങ്കിൽ പിന്നെ ഒരു കല്യാണം പിടിച്ചേക്കാൻ പറഞ്ഞാൽ ചെയ്തു കിട്ടാണ്. അല്ലാതെ ഇവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. നിങ്ങൾ നാല് വേറെ പണിയോ രാവിലെ സ്റ്റേഷൻ വന്ന പെണ്ണിന്റെ ഉച്ച കല്യാണം നടത്തി കൊടുക്കാൻ അത് താലി മേടിച്ചു കൊടുക്കുന്നു, മാല മേടിച്ചു കൊടുക്കുന്നു, ഫോട്ടോ മേടിച്ചു കൊടുക്കുന്നു. ഈ പരിപാടികളെല്ലാം ചെയ്തു. ഇത് ഒറ്റ നമ്മൾ കണ്ടപ്പോൾ കിടിലായിട്ട് തോന്നിയെങ്കിലും സീരിയസ്ലി ഇവന്മാർ നല്ല രീതിയിൽ PR തിരിച്ചടിച്ചു എന്നുള്ളതാണ് പറയാനുള്ളത്. ഇത് 18 വയസ്സിൽ പെണ്ണിന് തികഞ്ഞിട്ടില്ലെങ്കിലും മന്ത്രിമാരും MP-മാരും ബാക്കിയുള്ള കണ്ടകടച്ചാതി എല്ലാ അതെ എല്ലാവരും പെടും. കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ 1/2 മണിക്കൂർ കാണേണ്ടി വരും. സോ എന്തായാലും വീഡിയോയില് 18 തികഞ്ഞിട്ടില്ലെന്നാണ് പറയുന്നത്. നമ്മൾ മെയിനായിട്ട് ഇത്രയും പറഞ്ഞ് നിർത്താൻ പോവുകയാണ്. ഓക്കെ, സോ വീഡിയോ ഇതുവരെ കണ്ടവർ ഇനിയും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഫുൾ വീഡിയോ നിങ്ങൾ അവിടെ പോയി കണ്ടുപോകും. ഓക്കെ, എന്തായാലും വയസ്സായിട്ടില്ലെന്നാണ് പറയുന്നത്, എങ്കിൽ പെടും എന്നും പറയുന്നുണ്ട്. പിന്നെ കേരളത്തിലോട്ട് എല്ലാവരും വണ്ടി വെള്ളവും പിടിച്ച് വരും എന്നും പറയുന്നുണ്ട്. അങ്ങനെ വരാതിരിക്കട്ടെ. വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ നടത്തി തരില്ല ആരും. ഓക്കെ, സോ എന്തായാലും വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഇതിലും മികച്ച നല്ലൊരു വീഡിയോ അടുത്ത് കാണുന്നവരേക്കും ബൈ ബൈ.